മുംബൈ യാത്രയിലൂടെ നമ്മൾ പിന്നെയും സഞ്ചരിക്കുകയാണ്. നമ്മൾക്ക് കാണാൻ പറ്റിയ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോകത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നമുക്ക് ഒരു തവണയെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു മാർക്കറ്റാണ് മനീഷ് മാർക്കറ്റ്. മനീഷ് മാർക്കറ്റിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കാം നമുക്ക്. മുംബൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ട്രോണിക്സിൻ്റെതായാൽ പോലും ക്ലോത്തിൻ്റെ ആയാൽ പോലും ഏറ്റവും വലിയ ഒരു വിപണി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് മനീഷ് മാർക്കറ്റ്. നമുക്കിവിടെ കാണാൻ പറ്റുന്ന പല കാഴ്ചകളും നമുക്ക് മറ്റ് ലോകത്തിൻ്റെ മറ്റെവിടെയും കാണാൻ പറ്റാത്ത കാഴ്ചകളായിരിക്കും. ഇതിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ഇലക്ട്രോണിക്സിൻ്റെ ഒരു മായാലോകം തന്നെയാണ്. മൊബൈൽ ആക്സസറീസ് ആയാൽ പോലും അതുമായി ബന്ധപ്പെട്ട മറ്റ് സാധനങ്ങളായാൽ പോലും നമുക്ക് വളരെ വലിയൊരു മാർക്കറ്റ്. മൊബൈൽ ഫോൺ കവറുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഇലക്ട്രിക്കൽ കേബിളുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. മൊബൈൽ അല്ലെങ്കിൽ ഫോൺ എന്നുള്ള സാധനത്തിൻ്റെ എല്ലാ ആക്സസറീസിൻ്റെയും വലിയൊരു ഹോൾസെയിൽ മാർക്കറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ ഒരു സംരംഭം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ബൾക്കായിട്ട് എന്തെടുക്കാൻ വേണ്ടി പറ്റും, സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി പറ്റും. മൊബൈലിൻ്റെ കവറുകളുടെ ഒരു മായാലോകം നമ്മൾ എത്രത്തോളം ഈ മാർക്കറ്റിൽ എക്സ്പ്ലോർ ചെയ്താലും നമുക്കിവിടെ ഒരിക്കലും അതിൻ്റെ എല്ലാ കോർണറും കണ്ടു തീർക്കാൻ പറ്റില്ല. അത്രയും വലിയൊരു മാർക്കറ്റ്, അത്രയും ആഴത്തിലുള്ള ഒരു മാർക്കറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും മനീഷ് മാർക്കറ്റിനെ. ഇവിടെയൊക്കെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ കവറിൻ്റെ കാര്യങ്ങളാണ്, ഇലക്ട്രോണിക് പരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഓരോ സൈഡിനോട്ട് ഓരോ പാസേജിലോട്ട് നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ ആയിട്ട് ഉള്ള ഹോൾസെയിൽ മാർക്കറ്റുകളാണ്. അങ്ങനെയുള്ള പല പല കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഇയർഫോണുകൾ കാണാൻ വേണ്ടി പറ്റും, ബഡ്സ് ഇയർഫോണുകൾ, ഇതൊക്കെ വളരെ ചീപ്പായിട്ടാണ് കിട്ടുന്നത്. സ്മാർട്ട് വാച്ചുകൾ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ വരുന്ന ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ നിന്നൊക്കെ ഹോൾസെയിൽ റീറ്റെയിൽ ഡീലേഴ്സ് എടുത്തിട്ട് വരുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ ഒരു സംരംഭം തുടങ്ങുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഈസി ആയിട്ട് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റും. ഹോൾസെയിൽ റേറ്റിൽ തന്നെ ഇലക്ട്രോണിക്സിൻ്റെ വലിയൊരു ലോകം നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അതാണ് മനീഷ് മാർക്കറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇവിടെ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു മാർക്കറ്റിലൂടെ നമ്മളിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളും കണ്ടും അവരുടെ അടുത്ത ആൾക്കാരോട് സംസാരിച്ചും ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മാർക്കറ്റാണ് മനീഷ് മാർക്കറ്റ്. നമ്മൾ കയറി വന്ന ഒരേ സെയിം സിറ്റുവേഷൻ തന്നെ നമുക്ക് പിന്നെയും കാണാൻ വേണ്ടി പറ്റും. കാരണം അത്രത്തോളം ഷോപ്പുകളാണ് ഈ മനീഷ് മാർക്കറ്റിനകത്തുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് പിന്നെയും ഇതിനെ കണ്ട കാഴ്ചകൾ തന്നെ പിന്നെയും കാണാൻ വേണ്ടി പറ്റുന്നത്. കാരണം ഒരു മൊബൈൽ ഫോണിൻ്റെ കവറിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ ഈ ഒരു സർക്കിളിൽ മുഴുവൻ അതിൻ്റെ തന്നെ ഷോപ്പുകളായിരിക്കും. ഒത്തിരി ഷോപ്പുകൾ അവിടെ ഉണ്ടായിരിക്കും. ആക്സസറീസിൻ്റെ ഒത്തിരി ഷോപ്പുകൾ ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു സോൺ വന്നു കഴിഞ്ഞാൽ ഒരു സോൺ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ചകളെല്ലാം ആ ഒരു ഉൽപ്പന്നം മാത്രമായിരിക്കും ഉണ്ടാവുക. ഇവിടെ കാണുന്നത് പോലെ മൊബൈൽ ഫോൺ കവറിൻ്റെ ഒക്കെ അന്യായ കളക്ഷനാണ് ഇവിടെ ഉണ്ടാവുക. അത്രത്തോളം കളക്ഷൻ ഉണ്ടാവും. നമുക്ക് കിട്ടാത്തതായി ഒന്നും ഉണ്ടാവില്ല. അത്രത്തോളം കളക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഹോൾസെയിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരും കച്ചവടക്കാരെയും അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെയും ടൂറിസ്റ്റുകളെയും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അത്രത്തോളം സേഫായിട്ടുള്ളൊരു സ്ഥലമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം വളരെ ഇടുങ്ങിയ നടവഴികളാണ് ഇവിടെ ഉള്ളത്. സേഫാണെന്ന് പറയാൻ പറ്റില്ല. ആരെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ക്യാമറയോ എന്തെങ്കിലും മൊബൈലൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാലും ഒന്നും അത്രത്തോളം സേഫാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ സേഫായിട്ട് നിന്ന് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ ഒത്തുപോകാൻ പറ്റിയ ഒരു മാർക്കറ്റാണ്. പക്ഷേ കാണാനുണ്ട്, നമ്മൾ ഒരു തവണ എങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട അത്രയും വലിയ ഒരു മാർക്കറ്റാണ്. സോളോ ആയിട്ടൊക്കെ പോകുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാർക്കറ്റ് കൂടിയാണ് മനീഷ് മാർക്കറ്റ്. മനീഷ് മാർക്കറ്റിൻ്റെ കാഴ്ചകൾ നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും ഉണ്ടാകും. കാരണം അത് ഇത്തിരി യുണീക്കായിട്ടുള്ള ഒരു മാർക്കറ്റാണ് മറ്റ് മാർക്കറ്റുകളിൽ നിന്ന് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് മനീഷ് മാർക്കറ്റ്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രഫോർഡ് മാർക്കറ്റും മനീഷ് മാർക്കറ്റൊക്കെ ഏതാണ്ട് അടുത്തടുത്താണ്. ക്രഫോർഡ് മാർക്കറ്റിൻ്റെ അടുത്ത് നിന്ന് വളരെ നടന്ന് വരാനുള്ള ഒരു 10-200 മീറ്റർ ദൂരത്തിലാണ് മനീഷ് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. മനീഷ് മാർക്കറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു സോൺ പോലെയാണ്.
ജസ്റ്റ് ഒരു 2 റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനീഷ് മാർക്കറ്റിൻ്റെ അടുത്ത് എത്താൻ പറ്റും. കാഴ്ചകൾ പക്ഷേ വളരെ വളരെ വ്യത്യസ്തമാണെന്നുള്ളതാണ്. ക്രൊഫോർഡ് മാർക്കറ്റിലാകുമ്പോൾ നമുക്ക് റോഡ് വഴികളായിരിക്കും എല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പോകാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. പക്ഷേ മനീഷ് മാർക്കറ്റിലാകുമ്പോൾ ചെറിയ വളരെ ഇടുങ്ങിയ പാതകളായിരിക്കും. ഷോപ്പുകളൊക്കെ വളരെ ഇടുങ്ങിയ ഷോപ്പുകളായിരിക്കും. എല്ലാം മേൽക്കൂര കൊണ്ട് മറച്ചിരിക്കുന്ന ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു റോഡ് സമുച്ചയം, പ്രധാനപ്പെട്ട ഒരു റോഡ് സമുച്ചയം ഉണ്ടെന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ മറ്റ് മാർക്കറ്റ് കടകളെല്ലാം ചെറിയ ചെറിയ ഇടുങ്ങിയ വഴികളിലുള്ള ചെറിയ ചെറിയ കടകളായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കൂടുതൽ കാണുന്നതും എന്തായിരിക്കും, ഈ ഇലക്ട്രിക്കൽ, പിന്നെ ക്ലോത്തിൻ്റെയൊക്കെ അന്യായ ശേഖരമുണ്ട്. ക്ലോത്തിൻ്റെ റോ മെറ്റീരിയൽ ആയാൽ പോലും, റെഡിമെയ്ഡ് ഡ്രസ്സുകളായാൽ പോലും അതിൻ്റെയൊക്കെ വലിയ ഒരു കണക്ഷൻ ഇവിടെ കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഒരുപാട് കളക്ഷൻ ഉണ്ടാകും, അത് കാണാൻ ആൾക്കാരും ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ്, കാണാനും വാങ്ങിക്കാനും.